സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈ മോളിനെ നീ വിശുദ്ധീകരിക്കണമേ. ഇതിൻ്റെ ചുറ്റുപാടുകൾ ദൈവസാന്നിധ്യം വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിനെ വലിയ കൃപയാവരിക്കണമേ, ദൈവകൃപയാവരിക്കണമേ. ദൈവസാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവിടെ സംഭവിക്കപ്പെടേണ്ട ദൈവശക്തി ആവരിക്കപ്പെടണമേ, ദൈവകൃപ ആവരിക്കണമേ, ദൈവസാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. സകലത്തിൻ്റെ മുടിയവൻ, സകലത്തിൻ്റെ കാരണഭൂതനായവനെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. കടന്നു വരേണ്ടവരെല്ലാം ദൈവം കൂട്ടി വരുത്തണം, ദൈവ സാന്നിധ്യം കൊണ്ട് പൊതിയണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കൃപ ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെട്ട് തരുവാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് തരുവാൻ. ദൈവമേ, ഞാൻ സ്തുതിക്കുന്നത് പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആരാധനയുടെ വെളിപ്പെടുത്തലുകൾ സംഭവിക്കപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എല്ലാവരും സ്തോത്രം ചെയ്യുകയും ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ 2-ാം മാസം 2-ാം ഹല്ലേലൂയ നമ്മൾ ആദ്യത്തെ ആഴ്ച നമ്മൾ ദൈവം കൂട്ടി നിർത്തിയല്ലോ. ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവത്തിലേക്ക് പറയുവാൻ ആ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശമനിയാം സയാതരാജ കടന്നുവരേണ്ടവരെല്ലാം ദൈവം കൊണ്ടുവരുത്തുവാൻ, ആരെയും ദുഷ്ടം വേണ്ടി തടയാതെ ദൈവത്തോട് പുതിയപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ എല്ലാ വിശ്വസ്തതയ്ക്കായി, ഞങ്ങളുടെ എല്ലാ പരിപാലനത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ നടത്തിയല്ലോ. ഈ വർഷത്തിന്റെ 2-ാം മാസം അവൻ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവരാണ്, അങ്ങെത്ര വിശ്വസ്തനാണ്. അങ്ങയുടെ വലിയ കൃപകൾ അനുഭവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിലൊരിക്കലും നല്ല അവസരങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വൽക്കാലം ഒരു വലിയ വിടുതൽ സംഭവിക്കപ്പെടുവാനിടയാക്കണമേ. കടന്നുവരുന്നവരെല്ലാം കൊണ്ടുവരുത്തണമേ. ആരും ദുഷ്ടൻ വഴി തടയരുത്. ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തണമേ. പുതിയ കുടുംബങ്ങൾ, പുതിയ വ്യക്തികൾ കടന്നു വരട്ടെ. ഇന്നത്തെ ആരാധന വലിയ വിടുതൽ സംഭവിക്കപ്പെടട്ടെ. ഈ മീഡിയയിലൂടെ കാണുന്നവർ ദൈവ സാന്നിധ്യം കൊണ്ട് ബോധ്യപ്പെടട്ടെ. അവിടെ ദൈവകൃപ യാതൊരിക്കപ്പെടുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ഇന്ന് പല കാലത്ത് വലിയ വിടുതലുകൾ വെളിപ്പെട്ട് വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്നത്തെ ആരാധന അനുഗ്രഹമാക്കണമേ. ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ എല്ലാവരും ഇവിടെ ബലപ്പെടുത്തണമേ. ഇന്ന് പോലെ കാലം വിടുതൽ വേണ്ടിയവർ വിടുതൽ പ്രാപിക്കപ്പെടുവാൻ, ദൈവ സാന്നിധ്യം പകരപ്പെടുവാൻ തന്നെ ഞങ്ങളെ സഹായിക്കണമേ. അവൻ കുട്ടോളമല്ല, അരിയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ആത്മനദിയിലേക്ക് ഞങ്ങളെ നയിക്കുവാനും വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പരിസരവും ഈ ഏരിയകളും ഹല്ലേലൂയ അവൻ യഹോവയ്ക്ക് വിശുദ്ധമായി അവൻ ദൈവ സ്വർഗ്ഗദൂതന്മാരുടെ കാര്യങ്ങൾ വെളിപ്പെട്ടുകൊടുത്ത് ദിവ്യ സ്വർഗ്ഗദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്ന് അവൻ്റെ കാവൽ നിർത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അവൻ പ്രൊട്ടക്ഷൻ ചെയ്യണമേ. ദൂതന്മാർക്ക് കാവലുകൾ ഉണ്ടായിരിക്കണം. അവൻ രക്തവളപ്പിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ആ ദൈവ സാന്നിധ്യത്തോട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കടന്നു നല്ല പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സഹായിക്കണമേ. പ്രിയ അപ്പച്ചനെ അമ്മച്ചിക്കായി സ്തോത്രത്തിൽ ബലപ്പെടുത്തണമേ. ആരോഗ്യത്തെ കൽപ്പിക്കണമേ. ദാസി നമ്മുടെ അവനായിരിക്കുമ്പോൾ കർത്താവേ അവരുടെ ദൈവശക്തി ആവരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. കുറവുകൊണ്ട് പൊതിയണമേ. അത്ഭുതത്തിന്റെ കരങ്ങൾ തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. രാജ്യനായി കുടുംബത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസി കുഞ്ഞിനെ കൂട്ടിവരുത്തി കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് സൂക്ഷിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടമാമയ്ക്കായി സ്തോത്രം. കുടുംബമായിട്ട് നിർമ്മാണിക്കണം, അനുഗ്രഹിക്കണമേ. പ്രിയ കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി കുടുംബത്തിനായി സ്തോത്രം. അവരായി സൂക്ഷിക്കണമേ. അജുവർക്ക് കുടുംബമായിട്ട് കരങ്ങളിലേക്ക് അവരെ കുടുംബമായിട്ട് നിർമ്മാണിക്കണമേ. കർത്താവേ പ്രിയ റോഡിനായി കുടുംബത്തിനായി സ്തോത്രം. അവരെ സഹായിച്ചാട്ട് അച്ഛൻ്റെ കുടുംബമായിട്ട് കരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രിയ ചന്ദ്രാപതിക്കായി സ്തോത്രം ചെയ്ത് സഹായിക്കണമേ. പ്രിയ വിനോദപ്രദനായി സ്തോത്രം ചെയ്ത് കൊണ്ടുവരുത്തിയല്ലോ. കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവേ ദാസിയായിരിക്കും സൂക്ഷിക്കണമേ. കൃപയെ മറിക്കണമേ. എന്റെ ദാസിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രിയ ജോലിയായിരിക്കായി സ്വന്തമായിരിക്കും സൂക്ഷിക്കണമേ. കൃപയെ മറിക്കണമേ. സഭയായി വിടുതൽ സംഭവിക്കപ്പെടട്ടെ. അപ്പൊ ശാന്തി പ്രിയ കർത്താവേ അലക്സാന്റെ കർത്താവ് മാതാവിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കും.
ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ദൈവത്തോട് പുതിയ പ്രാർത്ഥിക്കുന്നു. കരങ്ങളേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മളെല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ എല്ലാവരെയും സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ചില നാളുകൾക്ക് ശേഷമാണ് മോനുമായിട്ട് മോൻ കിടക്ക് വന്നിരുന്നു. അവൻ നാളുകൾക്ക് ശേഷം കിടന്ന് ഒരുപാട് ചരിത്രം ഈ വഴിയാക്കിയോ എല്ലാവർക്കും സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ആ മനസ്സൊക്കെ നമ്മുടെ ഈ ചർച്ച നേരത്തെ സ്ത്രീകളാണ്ട് നമ്മുടെ കൺവെൻഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മദർ മരിച്ചിട്ട് ഫുൾ സർവീസാണ്. നമ്മൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. ദിവസകാര്യത്തെ മാത്രമേ ഇവിടെ കുടുംബത്തിൽ നിന്ന് വിശ്വാസം വന്നിട്ടുള്ളൂ. നമുക്ക് ആ ദൈവകരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. അവർ യാക്കോബേലൊക്കെ ദൈവകരങ്ങളിലേക്ക് ദൈവസ്ഥാനത്തിലേക്ക് എത്തിച്ചു കൊടുക്കാം. അവർ കാനഡയിലാണ്. കാനഡയിൽ വന്നിട്ടുണ്ട്. ഇന്നലെ അവനിന്ന് ദൈവസന്നിധിയിലേക്ക് ദൈവമായ ഞായറാഴ്ച നമ്മളോടൊപ്പം കാണുവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് എത്തിക്കാം. നമുക്ക് വചനത്തിലേക്ക് കയറാം. എബ്രായർ ലേഖനം 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. എബ്രായർ ലേഖനം 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. Hebrews chapter 13 verse 5. Hebrews, hallelujah, 13, hallelujah. എബ്രായർ ലേഖനം 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. Hebrews chapter 13 verse 5. നിങ്ങൾ ഇംഗ്ലീഷിലുള്ളവർ ഇംഗ്ലീഷ് എടുത്ത് വായിച്ചേ. ഈ മാറുന്ന ലോകത്ത് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ മാത്രം പറഞ്ഞു, ഞാൻ അനാഥരായി വിടുകയില്ല. എല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുടെ അനുഭവമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. റിജക്ഷൻ, തിരസ്കരണം, റിജക്ഷൻ അല്ലെങ്കിൽ തിരസ്കരണം എല്ലാ മേഖലയിലും നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നാൽ മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ഒരു ബന്ധം. ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ റിജക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നിസ്സാര റിജക്ഷൻ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പലർക്കും ഈ റിജക്ഷൻ അവൻ സ്വന്തം തിരസ്കരണം പുറത്ത് കാണുന്നില്ല, അകത്ത് മുറിവുള്ളതാണ്. ഇന്ന് പലർക്കും ആ മുറിവുകളെ ഉണക്കുവാൻ എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വരെ കാലം പാട്ടുകാരെ പാരം അവന്റെ പേര്. അവൻ നമ്മളെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. ഏതൊക്കെ മേഖലകളിലാണോ തിരസ്കരണം അനുഭവിച്ചിരിക്കുന്നത് ആ മേഖലകളിലെല്ലാം ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കപ്പെടുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലകാലം ഈ തിരസ്കരണം എന്ന് പറയുമ്പോൾ, ഈ റിജക്ഷൻ എന്ന് പറയുമ്പോൾ പിശാചിന് ഏറ്റവും ആയുധമാണ്. തിരസ്കരണം, നമ്മളെ ഇങ്ങനെ കാണുന്നതിനെ നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ വീട്ടുകാർക്ക് വേണ്ട, നിന്റെ ഭർത്താവിന് വേണ്ട, നിന്റെ ഭാര്യയ്ക്ക് വേണ്ട, നിന്റെ കുഞ്ഞിന് വേണ്ട, അവൻ നിനക്ക് വേണ്ട, സഭയ്ക്ക് വേണ്ട, നിന്റെ പാസ്റ്ററിന് വേണ്ട. എപ്പോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടെ ഒത്തിരി പേര് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് അവൻ എന്നെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അവൻ വേണ്ടി ധ്യാനിച്ചപ്പോൾ എനിക്ക് ഇത്രയും ഫീലിംഗ് വന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഏതൊക്കെ പേര് ചിലർക്ക് ജോലി നീ കൊള്ളത്തില്ലെന്ന് പലതിനെ മാറ്റി നിർത്തുമ്പോൾ ദൈവം പറയുക, ഞാൻ നിന്നെ കൈവിടത്തില്ല കുഞ്ഞേ, ഞാൻ നിന്നെ കൈവിടത്തില്ല. അവൻ സ്വന്തം നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ മാറ്റി നിർത്തുമ്പോൾ പറയുകയാണ്. എന്നാൽ പിശാച് പറയും വേണ്ട. എന്നാൽ അവൻ നീ പറയണം, എന്റെ അപ്പനെ വേണം, സ്വർഗത്തിലെ അപ്പന് നിനക്ക് ജീവൻ തന്നവൻ അവൻ സ്വന്തം. ഹല്ലേലൂയ. എല്ലാത്തിനും കൂടെ ഒരു പേരാണ്. ഇന്നിന്നെ ഞാൻ വിടത്തില്ല കുഞ്ഞേ. അവൻ സ്വന്തം. ഹല്ലേലൂയ. നിന്റെ ഏത് മേഖലയിലും നിന്റെ സാമ്പത്തികം നിന്റെ ഹല്ലേലൂയ ഇനി
മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. നമുക്കറിയാം ആദാമുമായി ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആയിരുന്നത്. എന്നാൽ പാപം ചെയ്തതിന്റെ ഫലമായി അവനെ ദൈവമായിട്ട് അകത്ത് നിർത്തി. ഇതുപോലെ കാലം ഏതൊക്കെയോ മേഖലകളിൽ റിജക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ ആ പിതാവേ എന്ന് വിളിക്കുന്ന അപ്പൻ വൈകിട്ട് വരുമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തിപ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ്. സ്വന്തം ഓടി ഒളിക്കുമ്പോഴും ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുന്ന മേഖലയുടെ വിടുമ്പോൾ പിതാവ് വിളിക്കപ്പെടാൻ പോലും റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മേഖലയിൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് യേശു കർത്താവിനെ കുറിച്ച് വിളിക്കുന്നുണ്ട്. യേശുവിനും ഈ ഒരു അനാഥത്വം വെളിപ്പെട്ടിട്ടുണ്ട്. അതായിരിക്കും ഇന്ന് ചിന്തിക്കുന്നത്. യേശുവിനെ യേശു അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ആ നിലവിളി അവൻ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സ്വന്തം എപ്പോഴും പറയുന്നത് എന്റെ പിതാവ്, എന്റെ പിതാവ്. 12ാമത്തെ വയസ്സിൽ അവൻ സ്വന്തം ഈ കാണാതായിപ്പെട്ട് അവൻ മാതാപിതാക്കൾ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ സ്വന്തം 3 ദിവസം വഴിതുടരുന്നു. തിരിച്ചു മടങ്ങി പോകുമ്പോൾ അവൻ തിരിച്ചു മടങ്ങി വന്ന് യേശുവിനെ കണ്ടുകിട്ടുമ്പോൾ പറയുമ്പോൾ അവൻ നീ എവിടായിരുന്നു കുഞ്ഞിനെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് എന്റെ പിതാവിന്റെ സ്ഥലത്ത്, എന്റെ പിതാവിന്റെ ഇടത്ത് ഞാൻ വസിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്ന മേഖലയിൽ കടന്നു വരുന്നുണ്ട്. അവൻ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിപ്പിച്ചത്. എന്നാൽ നാം കാണുന്നുണ്ട് കാൽവരി ക്രൂശിൽ അവൻ ദൈവത്തിന്റെ പിതാവിന്റെ മുഖം മറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിളിക്കുന്നുണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട്. ഏതൊക്കെ മേഖലയിൽ നിൽക്കുമ്പോഴും അവൻ കൈവിടാതിരുന്നപ്പോൾ ഇവിടെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കുകയാണ്. ഇവിടെ മാത്രം നമ്മൾ കാണുന്നുണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ റിജക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ അനാഥത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്നു ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാൻ നിന്നെ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല കുഞ്ഞെ. ഇന്ന് മലക്കാലത്തിന്റെ മാതാവ് മറന്നേക്കാം, പിതാവ് മറന്നേക്കാം, സഹോദരങ്ങൾ മറന്നേക്കാം, അല്ല പാസ്റ്റർ മറന്നേക്കാം. എപ്പോഴും സപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ പാസ്റ്റർ മറന്നാലും പ്രിയപ്പെട്ടവർ മറന്നാലും മറക്കാത്ത ഒരുവർ പറയാണ് ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും ഞാൻ നിന്നെ താങ്ങുവാൻ ഞാൻ മതിയായ ദൈവമെന്ന് അവൻ വിളിച്ചു പറയുകയാണ്. നിന്നെ കൈവിടത്തില്ല. നമുക്കറിയാം ഈ റിജക്ഷൻ കടന്നു വരുമ്പോൾ, റിജക്ഷൻ കിടക്കുമ്പോൾ ഈ റിജക്ഷനുള്ളവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ പോലും ഈ റിജക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വരും. ഭയങ്കര പ്രോബ്ലം. കാരണം എന്തൊക്കെയോ റിജക്ഷൻസ് ഉണ്ട്. നമുക്കൊരു ദിവസം ഞാനിവിടെ ഇങ്ങനെ ശുശ്രൂഷിക്കൊണ്ടിരിക്കുന്നു. തിരികെ ലെവലിൽ മനസ്സിലാകുന്നത് കാരണം ഞാൻ ആത്മാവിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഒരു കൗൺസിലിംഗ് സെന്റർ വെളിപ്പെട്ടില്ല. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് കൃപയാ ഞാൻ ആത്മാവിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കും. കാരണം ഇങ്ങനെ സംഭവങ്ങൾ വേണം. ഏതൊക്കെയോ മേഖലകൾ ഞാൻ കുഞ്ഞുങ്ങളെല്ലാം കാണുകയാണ്. സ്വന്തം ഓരോരുത്തരുടെ മേഖലകൾ വലിയവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണല്ലോ. കുഞ്ഞുങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി റിജക്ഷൻസ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത ലെവലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും ഏതൊക്കെ മേഖലകളിലാണ് റിജക്ഷൻ ചെയ്യപ്പെട്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് പലക്കാലം ഈ ദൈവത്തിന്റെ വാക്കുകളുണ്ട് ഞാൻ നിന്നെ കൈവിടാത്തില്ല. അനാഥത്വം വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പറയുന്നു നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് വെളിപ്പെടുന്നത്. അവൻ പുറത്തു നിന്ന് കൈവയ്ക്കുന്നുണ്ട്, പുറത്ത് പാട്ട് പാടുന്നുണ്ട്, പുറത്ത് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്നവർ പറയുന്നു നിന്റെ അനാഥത്വം എന്ന് പലക്കാലം മാറ്റപ്പെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു വിടുതല കൽപ്പിക്കപ്പെടുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ഇന്ന് പലക്കാലം ആ ദൈവികമായ സാന്നിധ്യങ്ങളെ വെളിപ്പെട്ട് ആ റിജക്ഷൻ മാറുകയാണ്. ഇന്ന് പലക്കാലം ദൈവം നിങ്ങളുടെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ താൻ സ്നേഹിച്ച ബെഥാന്യ ഭവനം അവിടെ മരണം സംഭവിക്കപ്പെട്ടു. യേശുവിനെ വിളിച്ച് വിവരം അറിയിച്ചതാണ്. നിന്റെ സ്നേഹിതൻ ലാസർ തീരുമാനം കിടക്കുന്നു.
ഇപ്പോൾ ഞാൻ റോഷനായിക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ അപ്പൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ യേശു സൗഖ്യമാക്കും. എന്നാലല്ല പിന്നെയോ യേശുവിനാൽ സൗഖ്യമാകും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് വചനത്തിന്റെ വെളിപ്പാട് നോളജ് ഓഫ് വിസ്ഡം, നോളജ് ഓഫ് ഹല്ലേലൂയ എന്ന് പറയുന്നത് വേടിന്റെ വിസ്ഡം ലഭിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ഓരോന്നും പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്ത് കിടക്കുന്നത് പോലെ ഈ റിജക്ഷനും ഈ ദുരാത്മാവിനും ഇതുപോലത്തെ സംഭവമുണ്ട് ചിലത്. കാരണം ഈ റിജക്ഷൻ എന്ന് പറയുമ്പോൾ, ഈ തിരസ്കരണം എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിലുള്ളതാണ് കോപം, അതിന്റെ കൂട്ടത്തിലുള്ളതാണ് ദേഷ്യം, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഒന്നും ഇഷ്ടമല്ല. വീട്ടിൽ ചെയ്യുന്നതും വീട്ടിൽ പോകുന്നതും മറ്റു പരിപാടികൾ കാണിക്കുന്നത്, മറ്റുള്ളവരോട് ഇടപെടുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. കാരണം എന്താ? ഈ റിജക്ഷൻ നമ്മൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട്, ഈ ഉള്ളത് കൊണ്ടാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ സൂസൈഡ് അറ്റംപ്റ്റ്സിലേക്ക് പോവുകയാണ്, ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. കാരണം എന്താ? ഈ റിജക്ഷൻ കിടക്കുന്നതുകൊണ്ട്. ഇന്ന് തൽക്കാലം അതിനെ ഇവിടെ നിന്നും മാറ്റിക്കളയണം. പറയണം എന്റെ ശരീരത്തിന് നടക്കത്തില്ല. കാരണം പിശാചേ ഇന്ന് തൽക്കാലം ആ ഉദാഹരണത്തോട് പറയണം ഇവിടുന്ന് എന്റെ യേശു പറഞ്ഞു ഞാൻ നിന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞവൻ എന്നോട് കൂടെ ഉണ്ടെന്ന് നീ പറഞ്ഞാൽ ഇന്ന് തൽക്കാലം ആ ഉദാഹരണം വിട്ടുമാറും. എന്താ ഈ ആത്മഹത്യ കൂടി വരുന്നത്? ഈ സാക്ഷ്യത കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഈ കേരളത്തിൽ എത്ര മരണങ്ങളാണ് വരുന്നത്? കുഞ്ഞിനെ കൊല്ലുന്നു, എന്നിട്ട് തള്ളം മരിക്കുന്നു, എന്നിട്ട് ഭർത്താവ് മരിക്കുന്നു. എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ഈ കൊച്ചുങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പോകുന്നത് ഞാൻ പറയുന്നില്ല. ദൈവദാസന്മാർ വരെ പലതും ചെയ്യുന്നുണ്ട്. ഈ തിരസ്കരണം വരുമ്പോൾ പിശാച് ഇതിനകത്തൂടെ വ്യാപിക്കുന്നു. ഒറ്റ സെക്കൻഡ് മതിയല്ലോ പലതും വെളിപ്പെടുന്നത്. ജീസസ് പ്രിയമുള്ളവരെ, ഇന്ന് പലക്കാലം എന്നെ കേൾക്കുന്ന മീഡിയയിലായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവരായിക്കൊള്ളട്ടെ, ഇന്ന് പലക്കാലം ആ വിലക്ഷണ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കണം. ഇന്ന് പലക്കാലം ഒരു ബലിപീഠത്തിൽ സമർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ യേശുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ പ്രകാശനത്തിൽ അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. നിന്നെ ലജ്ജിപ്പിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഇന്ന് പലക്കാലം അതിൽ എല്ലാ നെഗറ്റീവിന്റെ എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ലഭിക്കത്തില്ല, എനിക്ക് എക്സാമിന് വേണ്ടി പോയാൽ നടക്കുമോ, എനിക്ക് വിസയ്ക്ക് വേണ്ടി പോയാൽ നടക്കുമോ, എനിക്ക് ഇന്ന് പിന്നെ ദൈവത്തിന്റെ കാര്യമാണ് ലഭിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആ അപ്പങ്ങളൊന്ന് വിശ്വസിക്കുക. അപ്പം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എത്രയോ ദൈവദാസന്മാർ, എത്രയോ കുഞ്ഞുങ്ങൾ ഈ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവൻ വിസയ്ക്ക് ഒരു പേപ്പറുമില്ല, ഒരു കാര്യങ്ങളുമില്ല, ഒന്നുമില്ലാതെ അവൻ എയർപോർട്ട് ഈ വിസ കാരണം എല്ലാം നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ വിശ്വസിച്ചു കടന്നുപോയി. എല്ലാം ഓക്കെ. എന്താ വിശ്വസിക്കും? പിന്നെ നീ വിശ്വസിക്കും. ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ ചിലവർ എനിക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, എനിക്ക് എക്സാമിന് ലഭിക്കുന്നില്ല, എനിക്ക് ജോലിക്ക് പോയാൽ ലഭിക്കപ്പെടുന്നില്ല, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. കാരണം ഈ റിജക്ഷൻസ് പലതും വെളിപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ പറയണം, എന്റെ യേശു ഞാൻ നിന്നെ അനാഥരായി കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാനോ ലോകാവസാനത്ത് എല്ലാ നാളും നിങ്ങളോട് കൂടെ അറിയിച്ചത് അവൻ പറഞ്ഞത് അവൻ അപ്പനാണെന്ന്. അവൻ സകലത്തിന്റെ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. ഇന്ന് പലകാലം മനുഷ്യ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ തളർന്നുണ്ടെങ്കിൽ എന്തോ മഹത്വത്തിലേക്കാണ്. ആരെങ്കിലും നിന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ അമ്മായിപ്പനോ അമ്മായിപ്പയോ നിന്റെ അപ്പനോ അമ്മയോ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞോ പാസ്റ്ററോ സഭയോ എന്ത് വേണമെങ്കിലും റിജക്ട് ചെയ്തിട്ട് എന്നാൽ നീ ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, നിന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങളെ പിശാചിന് വിട്ടുകൊടുക്കരുത്, പിശാചിന് വിട്ടുകൊടുക്കരുത്. ഇന്ന് വരെ കാരണം നീ ദൈവത്തിന്റെ വകയോ, ദൈവത്തിന്റെ തിരഞ്ഞെടുത്തതോ, ദൈവത്തിന്റെ കണ്ണുകൊണ്ട് അതിനെ തിരഞ്ഞെടുത്തതോ അവർക്കുമില്ലാത്ത ഭാഗ്യം ലഭിക്കപ്പെട്ടിരിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ദൈവം എന്നോട് കൂടെയുണ്ട്. നമ്മളിത് പലകാലം ആ ദൈവസ്ഥത്തിലേക്ക് എത്തിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് കുഞ്ഞെ നിനക്ക് റിജക്ഷനൊക്കെ ലഭിക്കപ്പെട്ടതാണ്. യേശുവിന് ലഭിച്ച 10 റിജക്ഷനാണ് പറയുന്നത്. അത് നമ്മളുമായി ബന്ധപ്പെട്ടതാണ്. യേശുവിന് ലഭിക്കപ്പെട്ടതായ
ലഭിച്ചതാണ്. യേശുവിന് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 19 ഗുണമായി ഉപേക്ഷിപ്പാൻ. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ. നമ്മളോട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, യേശുവിന്റെ മറിയയുടെ ഉദരത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഉള്ളത്തിൽ വയറ്റിൽ കിടക്കുമ്പോൾ റിജക്ഷൻസ് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് ഭയങ്കര റിലീസ് നടക്കും. കാരണം എനിക്ക് ഞങ്ങളുടെ 130 സാധ്യത അനുഭവിക്കുന്നുണ്ട്. അതെനിക്ക് നല്ലവണ്ണം അറിയാം. ഇതുപോലെ കാലത്ത് നമുക്ക് മറിയെ ഗുണമായി ആലോചിച്ച് പറയുകയാണ്, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്തുണ്ട് അല്ല, ഈ മറിയ ഒറ്റയ്ക്കല്ല, അതിന്റെ അകത്ത് യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, നിന്റെ അകത്ത് യേശു ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് നീ ചെയ്യുന്നത്. നീ ലോകപ്രകാരം നടക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. നീ യേശുവിനെ സ്വീകരിക്കുമ്പോഴായി പ്രോബ്ലം മുഴുവൻ ഉണ്ടാകുന്നത്. സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ അകത്തിരിക്കുമ്പോൾ സ്തോത്രം ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ, ഈ നിയോഗം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ പുറമേയുള്ള കാര്യം കണ്ടിട്ടല്ല, നിന്റെ അകത്തിരിക്കുന്നവനെ കണ്ടിട്ടാണ് പിശാച് വരവ് തുടങ്ങുന്നത്. വിദഗ്ധൻ വരുന്നത് അകത്തിരിക്കുന്നവനെ കണ്ടുകൊണ്ടാണ്. ദൂതൻ ഇറങ്ങി വന്ന് മറിയയോട് സംസാരിച്ചപ്പോഴേ സാത്താൻ എന്തോ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അവൻ ആ വെളിപ്പെട്ട് വെട്ട് കഴിഞ്ഞപ്പോൾ മാര്യേജ് പറഞ്ഞ ജോസഫ് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ സ്വന്തമായി അതിനെ റിജക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കാരണം അവിടെയാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. ജീസസ്, ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഉദരത്തിൽ കിടക്കുമ്പോൾ എനിക്ക് പൈസ കുറവാണ്. അവൻ സ്വന്തം ഇപ്പോൾ ഈ കുഞ്ഞ് ജനിക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ റിജക്ഷൻസ് ആ വരുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തേക്ക് കുഞ്ഞ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉള്ളത്തിൽ കിടക്കുമ്പോൾ ഈ കുഞ്ഞ് ജനിക്കും. ചില പരമശക്തൻ ഇതിനെ അബോർട്ട് ചെയ്ത് കളയാം. ഞാൻ പറയുക ദൈവാത്മാവിൽ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഈ റിജക്ഷൻസ് വരുമ്പോൾ ആ കുഞ്ഞിന്റെ മേലെ വെളിപ്പെടുന്ന അവൻ സ്വന്തമായി ഇതിനെ കൊന്നു കളയാം. പറവോന്റെ വ്യാപാരം വെളിപ്പെടുന്നത്. മോശ ജനിച്ചപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ആൺപൈൽ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലണമെന്ന് വെളിപ്പെട്ടുകൊണ്ട് പറവോനും ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന എല്ലാ ആൺപിള്ളാരെ കൊല്ലണമെന്നുള്ള രീതിയിൽ പെൺപിള്ളാർ ജനിക്കുമ്പോൾ അവൻ നേരത്തേക്ക് എന്തായാലും പരിപാടി ഇത് സ്കാൻ ചെയ്ത് നോക്കും. അബോർട്ട് ചെയ്തത് ഇതെല്ലാം എന്തോ മോശമായി ജനിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തോ വിടുതലുകൾ സംഭവിക്കപ്പെടേണ്ടതാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ ചിലപ്പോർക്കും, എനിക്കിപ്പോ പൈസയില്ല, ഇപ്പൊ ജനിക്കണ്ടായിരുന്നെ കുഞ്ഞ് എന്ന് നീ റിജക്ട് ചെയ്ത് നീ മനസ്സിൽ ചിന്തിച്ചാൽ ഇന്ന് വരെ റിജക്ഷൻസാ വരപ്പെടുന്നത്. ഇന്ന് വരെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ വലിയ പ്രോബ്ലങ്ങൾ വെളിപ്പെട്ട് വരിക. ഇന്ന് വരെ ആ ദുരാത്മാവിനെ ഇന്ന് വരെ ഇവിടുന്ന് ഓടിച്ചു കളയണം. കാരണം പറയണം, എന്റെ അപ്പനെന്നെ വേണം. നിന്റെ മാതാവ് ചിലപ്പോ ചിന്തിച്ചേക്കാം, നിന്റെ പിതാവ് ചിലപ്പോ ചിന്തിച്ചേക്കാം, ഇപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മേഖല കുറച്ചുകൂടെ തെളിയിക്കാം. നമ്മൾ ഈ നിരപ്പ്, സാധാരണ നിരപ്പുള്ള സ്ഥലത്തുള്ള ഈ വയറ്റിൽ ജനിച്ച കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു നിരപ്പായ സ്ഥലത്തൂടെ പോകുമ്പോൾ വീണ് പോവാം. എന്താ ഇതിനെ തകർത്തുകളായ പിശാചിന്റെ പദ്ധതിയാണ്. ഡോക്ടർ പറയുമല്ലോ, ഈ കുഞ്ഞ് ചിലപ്പോ നോർമലായി വെളിപ്പെട്ട് വരും. അതുകൊണ്ടാണ് അപ്പോട്ട് ഈ ഡോക്ടർ, കാരണം കുഞ്ഞിനെ ദൈവം തന്നെങ്കിൽ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്നേ കരുതുന്ന ഒരു ദൈവമുണ്ട്. ജീസസ് ഇടത്തിലേക്ക് ഒത്തിരി ആഴത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം ഇടപെടുമോ? ഹല്ലേലൂയ. യേശു
മറിയുടെ ഉള്ളത്തിൽ കിടക്കുമ്പോൾ ഇതിനെ ഗൂഢമായി ഇതിനെ മാറ്റിക്കളയാൻ ആലോചനകളിലേക്ക് ഇങ്ങനെ പറയാം. ചിലപ്പോ അമ്മായിമ്മ പറയും, ചിലപ്പോ അമ്മായിമ്മ പറയും, ചിലപ്പോ ഭർത്താവ് പറയും, ചിലപ്പോ ഭാര്യ പറയും. ഇതിന് നമുക്ക് അന്നോട് ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ വെളിപ്പെടുമ്പോൾ റിഡക്ഷൻസ് വരികയാണ്. ഇന്ന് വരെക്കാലം മാനസാന്തരപ്പെടും. ഇന്ന് വരെക്കാലം പറയണം, എനിക്ക് അവന് എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്ന്. നിങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ജീസസ് മനസ്സിലാകുന്നോ? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് വരെക്കാലം സകല രഹസ്യങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ചിലത് മാത്രമേ വെളിപ്പെടുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു ലൈറ്റിനിങ് ഈ മിന്നൽ പോലൊക്കെ ചിലത് കാണുള്ളൂ. എന്നാൽ സകല രഹസ്യങ്ങളെ കാണുന്ന പിതാവിന്റെ മുമ്പിലാണ് ഈ സഭ നിൽക്കുന്നത്. ഈ മീഡിയയിൽ കാണുന്ന പ്രിയപ്പെട്ടവരോടും സംസാരിക്കുകയാണ്. ഇന്ന് വരെക്കാലം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരെക്കാലം നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വേണമെങ്കിൽ ഇന്ന് വരെക്കാലം ദൈവത്തോട് ക്ഷമ പറഞ്ഞ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ അറിയാതെയാണ് പറഞ്ഞത്. ഇന്ന് വരെക്കാലം എന്റെ കുഞ്ഞിനെ അങ്ങേക്ക് വേണ്ടി നിൽക്കുമോ എന്ന് സമർപ്പിക്കുന്നു. ശാന്തൻ രാഷ്ട്രീയാതനാഥ. ചില വിവാഹങ്ങൾ നടക്കുമ്പോൾ ചില മേഖലകൾ അത് വേണ്ടായിരുന്നു, ഇത് മതിയായിരുന്നു, ഇന്നത് മതിയായിരുന്നു എന്ന് പറയുന്ന ചില മേഖലകൾ എന്തോ കയറി വരുന്നു, സംഭവം കയറി വരിക. ചിലവരെ 40 വയസ്സ് കല്യാണം കഴിഞ്ഞ 10-15 വർഷം കഴിഞ്ഞിട്ട് പറയും, എനിക്ക് ഇവിടെ കെട്ടണ്ടായിരുന്നു. അത് റിജക്ഷൻസ് വരിക. എനിക്ക് ഇവനെ കെട്ടണ്ടായിരുന്നു. ഈ റിജക്ഷൻസ് വരുന്നത് ഇവിടെ രോഗിയാ, ഇവരുടെ വിഷയമാണ്, ഇന്ന് പ്രോബ്ലമാ, എനിക്കിത് വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ റിജക്ഷൻസ് വരുത്തുക. നീ കാണില്ല, പിശാച് അത് കൈകാര്യം ചെയ്യും. ഇന്ന് വരെക്കാലം അങ്ങനെയൊക്കെ ഉള്ളതിനെ യേശുവിന്റെ നാമത്തിൽ, റിജക്ഷൻസുകളെ യേശുവിന്റെ നാമത്തിൽ നിഗൂഢമായി തകർത്ത് കളയുക. വേദനകൾ വരുത്തില്ല, ബ്ലഡ് വരുത്തില്ല. ഇന്നത്തെ കാലം ദൈവം ചെന്ന് പുറത്തെടുക്കുക, ദൈവം ചെന്ന് വിടുതലുകൾ വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ കാര്യം ചലിപ്പിക്കുക, ദൈവത്തിന്റെ ശക്തി ആദരിക്കപ്പെടുക. നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ, നിന്റെ കുഞ്ഞിനെ കുറിച്ചോ, നിന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചോ, ഭാര്യയെ കുറിച്ചോ, ആരെങ്കിലെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ദൈവത്തോട് ക്ഷമ പറഞ്ഞുകൊണ്ട് കർത്താവേ, ഇന്ന് പറഞ്ഞത് ഞാനതിനെ വീണ്ടെടുക്കുകയോ. ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. സ്തോത്രം. നിങ്ങളെ അറിയുന്നതിന് മുമ്പേ അറിയുന്നൊരു നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നതിന് എഴുന്നേൽക്കൊന്നും അറിയുന്ന ഒരു വലിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഇരിപ്പും നടപ്പും ഇരുട്ടുപോലും നിനക്ക് മറവാകത്തില്ലെന്ന് ദാവീദ് പറയുകയാണ് 39-ാം സങ്കീർത്തനം. അവൻ സമുദ്രത്തിന്റെ അറ്റത്തിൽ നിന്ന് വന്നാൽ അവിടെ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ഇതിനകത്തോട് ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇതിന്മാർ വെളിപ്പെടുന്നത് എന്തൊക്കെ മേഖലകളാണോ ഇതിന്മേലെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുവാ. ഹല്ലേലൂയ. ഇന്ന് വരെക്കാലം നീ ജനിക്കുന്നതിന് മുമ്പ് കർത്താവ് എല്ലാ റിജക്ഷൻസുകളെ കാണുകയാണ്. ഇന്ന് വരെക്കാലം ദൈവാത്മാവിന്റെ ശുശ്രൂഷകൾ വെളിപ്പെട്ടുകൊണ്ട് ദൈവകാര്യങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ഇത് വല്ലാതെ ഇപ്പം വേണ്ടായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും ആരുടെ കൈ പൊക്കണ്ട, ആരും പൊക്കണ്ട, ആരും അറിയണ്ട, ഇത് കാണുന്ന ഇപ്പൊ ഈ കുഞ്ഞ് വേണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സാമ്പത്തിക അങ്ങനെ ചിന്തിച്ചവർക്ക് റിജക്ഷൻസാ. ഇത് കുഞ്ഞറിയുന്നില്ല, മറ്റുള്ളവർ അറിയുന്നില്ല. ഇതിന്മേലെല്ലാം ദൈവത്തിന്റെ കരമൊന്ന് വെളിപ്പെടുക. ദൈവത്തോടൊന്ന് എന്ന് പറഞ്ഞാൽ മതി. പിശാചിന്റെ മുതലെടുക്കും. എന്നിട്ട് അങ്ങനെ വരുമ്പോൾ ആ തലമുറകളിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് വരിക. കാരണം ഞാൻ
അവൻ ശുശ്രൂഷകൾ വെളിപ്പെടുമ്പോൾ നമുക്കറിയാം നമുക്ക് വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ടാണ്. ലൂക്കോസ് 18-19 വായിച്ചുകൊണ്ട് നമ്മൾ വായിച്ചത് ജസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ എനിക്കൊരു പ്രിയാവും നിങ്ങളൊന്ന് കേൾക്കാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18 തൊട്ട് വായിക്കുമ്പോൾ വേണ്ട വായിക്കണ്ട വായിച്ചത് യേശു ദേവാലയത്തിൽ കാണുന്ന 40 ദിവസം അവൻ ഉപവാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ട് അവൻ അവിടെ നാം കാണുന്നുണ്ട്. അവൻ സിനഗോഗിൽ വന്നു. എന്നിട്ട് അവൻ പുസ്തകം തുറന്നു വായിച്ചു. യെശയ്യാവിന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയുന്നു എന്റെ ആത്മാവ് വന്നു എന്ന് പറഞ്ഞ ആ ഭാഗം കണ്ട് എടുത്ത് വായിച്ചു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വായിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പുസ്തകം മടക്കി അവൻ ശുശ്രൂഷകന്റെ കയ്യിൽ കൊടുത്തു. അറിയാവുന്ന വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പള്ളിയിലുള്ളവരുടെ കണ്ണുകളെല്ലാം അവങ്കിലേക്ക് പതിഞ്ഞു. എന്താ കാര്യം? നമുക്ക് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് മനസ്സിലാക്കൂ. ജീസസ് അവിടെ ഒരു കസേര കിടപ്പുണ്ട്. എല്ലാ ഈ സിനഗോഗിന്റെ അതെല്ലാം ദേവാലയത്തിനകത്ത് ഒരു കസേര കിടപ്പുണ്ട്. ആ കസേര കിടക്കുമ്പോൾ ഈ കസേരയിൽ കയറി ഇത് ആർക്കു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് അറിയാമോ? മിശിഹ നിൽക്കും. മിശിഹായിക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളത്. ഈ ജോസഫസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഊഹാപോഹം പറയുന്ന സംഭവം. ജോസഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു ചരിത്രകാരനാണ്. ചരിത്രകാരൻ എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻസ്. അവൻ അവൻ ഈ എനിക്ക് എഴുതിയ കാര്യമാണ് ഞാൻ പറയുന്നത്. പലയിടത്തുനിന്നുള്ള നോട്ട്സുകൾ പലയിടത്തുനിന്നുള്ള കാര്യങ്ങളോടെ ഞാൻ കൊണ്ടുവന്ന് പറയുന്നത്. ഈ കസറിലിരിക്കുമ്പോൾ കാണുകയാണ് ഈ യേശുവോടെ. കാരണം മിശിഹായ്ക്ക് വേണ്ടി ഉള്ള സീറ്റാണ്. ഇവിടെ പറയുന്നു ഈ വാക്യം വെച്ച് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ എന്റെ മേൽ ആത്മാവുണ്ട്, ഞാൻ അതിനുവേണ്ടി ആ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വചനത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞതാ. പറഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് ആ കസറയിൽ കയറി അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവർക്കിലേക്ക് പതിഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ കസറയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മറ്റുള്ള ന്യായശാസ്ത്രന്മാർക്കും പുരോഹിതന്മാർക്കും കലിപ്പുറവാക്കി. ആ മനുഷ്യരുടെ എല്ലാവരും കണ്ണു നോക്കിയിരിക്കുക. എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ അവൻ ഈ ജോസഫസ് ഒക്കെ പറയുന്നത് ആ ഏരിയയിൽ ആകെ 400 വരെയുള്ളത്. അന്നത്തെ കാലത്തെ കാര്യമാണ്. അതിനകത്ത് 200-ൽ അധികം ആൾക്കാർ ഈ പള്ളിയിലുണ്ടായിരുന്നു പറയുന്നത്. മൊത്തം ചരിത്രമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ബൈബിളിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് വേറെ കാണുന്നത് ഈ 200 പേര് മാത്രം ഇരിക്കുന്ന നസ്രേത്തിൽ കുറച്ച് പേരുള്ളൂ. നസ്രേത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 400 പേരേ ഉള്ളൂ. അതിനകത്ത് 200-ലധികം ആൾക്കാര് ഈ പള്ളിയിലുണ്ട്. ഈ പള്ളിയിലിരിക്കുമ്പോഴാണ് കടന്നു വരുന്നത്. എന്നിട്ട് ഈ കസറയിൽ ഇരുന്നപ്പോൾ നോക്കിയാണ് ഇവരെ ഇവിടുന്ന് തള്ളിക്കളയാൻ പറ്റി. നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇവരെ എന്ത് ചെയ്തു? അവനെ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കി. നമുക്ക് സുരക്ഷിത 4-ാമത്തെ വായിച്ചാൽ മതി. വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. കാണുന്നുണ്ട് 4-ാമത്തെ 18-29 വാക്യങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് കാണുന്നുണ്ട് അവനെ മലയിൽ നിന്ന് തള്ളിയിടാൻ വേണ്ടി നോക്കി. ഹല്ലേലൂയ എന്ന് നോക്കി അവിടെ നാം കാണുന്നുണ്ട്. ദേശത്ത് നിന്നെ നാറ്റിക്കാൻ നോക്കുന്ന ചില മേഖലകളുണ്ട്. മനസ്സിലാണോ? ശുശ്രൂഷ പറഞ്ഞപ്പോൾ നീ ഒന്നും കേറി വരുന്നത് കാണുമ്പോൾ നിന്നെ തകർത്ത് കളയാൻ ദേശത്തിന്റെ ശക്തികളാണ്. കാരണം നിന്നിൽ എന്താ വ്യാപരിക്കുന്നത് പിശാചിന് നല്ലോണം അറിയാം. നീ ആവശ്യത്തിന് നമ്മുടെ സഭയൊന്നും കയറി പറ്റുമെങ്കിൽ ഇവിടെ മുഴുവനാണ്. നീ നല്ലവണ്ണം ആരാധിച്ച്, നല്ലവണ്ണം പ്രാർത്ഥിച്ച്, നല്ലവണ്ണം ഉപവസിച്ച്, നല്ലവണ്ണം വലിച്ചു സൂക്ഷിക്കും. ഇത് വരും. കാരണം നിന്റെ തന്റെ ദേശത്ത് മാറ്റിക്കും. നോക്കി നമ്മളിവിടെ കേരളക്കരയിൽ എത്ര ദൈവദാസന്മാർ കയറി വന്നത് ഇറക്കി വെച്ച് വെട്ടിക്കളറിയാമോ? എന്തൊക്കെ പേരുകളാണ് കേൾപ്പിക്കുന്നത്. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല.
എഴുതി പഠിച്ച് ഫൈനലിന് വേണ്ടി ഗോവയിൽ പോയപ്പോൾ ഇവൻ ടോപ്പാണെന്ന് കണ്ടപ്പോൾ, മലയാളിയാണ്, ടോപ്പാണെന്ന് കണ്ടിരുന്നപ്പോൾ ഗോവയിൽ ഏതോ പ്രാക്ടീസിന് വേണ്ടി വിട്ടതാണ്. ഇത് കണ്ടുകൊണ്ട് വേറെ സാധനം കൊടുത്തു. ഏതാ ഈ മറ്റേ മയക്കുമരുന്ന് വ്യക്തി ഭ്രാന്തരപ്പെടുന്ന നടക്കും. പിന്നെ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് അനുസരണം ഏതോ ദൈവദാസൻ കണ്ട് അവനെ മടക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മേഖല ഒരു കുഞ്ഞു പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ കയറുന്നത്. ഇത് നമ്മൾ ഈ സാധാരണ സംഭവമല്ല പിടിക്കുന്നത്. നമ്മൾ ഓർക്കരുത്, നമ്മൾ ഓർക്കുന്നത് ഈ ആരാധന കഴിഞ്ഞു പോകുന്നു വരുന്നു ഇതൊന്നുമല്ല. അങ്ങനത്തെ മേഖലയല്ല. കാരണം നമ്മുടെ കുഞ്ഞിനെ യേശുവിന്റെ രക്തത്തിൽ മുട്ടയിട്ട് ഭക്തോളം തുടരുത്, പിശാചിനെ തുടരുത്, ഒറ്റനും തൊട്ടു വകയരുത്. കർത്താവിക്ക് നിറ്റ വകയ എന്ന് പറയണം. ജീസസ് നിങ്ങളോടെല്ലാം പറയാം, നിങ്ങളോടെല്ലാം പറയാം, എല്ലാവരോടും ചേർന്ന് പറയാം. എന്റെ കുഞ്ഞുങ്ങൾ സഹിതം എന്റെ കുഞ്ഞുങ്ങൾ നിങ്ങളല്ലേ എന്റെ കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ എന്നും ഞാൻ കുറയാൻ ഒരച്ചാർത്തമാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പോരാ, മാതാപിതാക്കൾ കരയണം, ഇടിവ് നിൽക്കണം, രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കണം. എവിടൊക്കെയാണ് വരുന്നതെന്ന് അറിയാത്തില്ല, എവിടൊക്കെയാണ് ഇനിഷൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്തുവാ തകർത്ത് കളയാൻ നോക്ക്. നിന്നെ ദേശത്ത് നാറ്റിക്കണം. സ്തോത്രം. നീ ശുശ്രൂഷിക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ പേരുകൾ എത്ര കുടുംബങ്ങളെ തകർന്നു പോയിരിക്കുന്നത്. പാസ്റ്റർമാരുടെ കുടുംബങ്ങൾ, അല്ലാത്തവരുടെ കുടുംബങ്ങൾ, ദൈവത്തിന്റെ കുടുംബങ്ങൾ, അവൻ കർത്താവിനോട് പ്രേരണപ്പെടുന്ന കുടുംബങ്ങൾ മുഴുവനും അവൻ തലമുറയിൽ ഒതുക്കിക്കളയ പിശാചിന്റെ സൈന്യമായി വെളിപ്പെടുത്തുമ്പോൾ ഇത് അന്ത്യകാലമാകിയാൽ പലതും വെളിപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരക്കാലം നീയും ഞാനും ദൈവങ്ങളെ സമർപ്പിക്കപ്പെടണമെന്ന് യേശു ഇത് നിവൃത്തിയായി പറഞ്ഞപ്പോൾ അവൻ ഞാനാണ് മെസ്സിലേക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ കസറിൽ ഇവനെ എന്ത് ചെയ്തു? തള്ളിയിടാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ കർത്താവ് എന്നെ മാനിക്കുന്നത് ഞാൻ മാനിക്കും. നീ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വെളിപ്പെടുമെന്നാണല്ലോ ചോദിച്ചത്. നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തം നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വെളിപ്പെടുമോ? യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നുണ്ട്, ഇന്നും തൽക്കാലം ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ സൗഖ്യം നടക്കുക, ഭൂതങ്ങൾ വളറി ഓടുക, ഇന്ന് തൽക്കാലം വിടുതൽ സംഭവിക്കപ്പെടുക. നീ റിജക്ട് ചെയ്യപ്പെടുന്നതിന് അവൻ ദൈവം തിരസ്കരിച്ചതിന് എല്ലാം മടക്കി വെക്കുക. കാരണം നസ്രയനായ യേശുവിന്റെ നാമം ഇവിടെ വെളിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ ദേശത്ത് അവനെ മാനിക്കുമോ? എന്റെ ദൈവം വിശ്വസ്തനാണ്. ഭയങ്കര സംഭവമാണ് പിടിക്കുന്നത് കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് വെളിപ്പെടുന്നത്. കാരണം ഇവിടെ വെളിപ്പെടലെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഇസ്രായേലിൽ നിന്ന് നസ്രയനിൽ നിന്ന് ചെറിയൊരു ഗ്രാമമാണ് അവന് ദൈവം പ്രസിദ്ധമാക്കി. എങ്ങനെയാ? ഈ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ ദൈവം അവിടെ ഉയർത്തിയ. ഇന്ന് പലകാലം നമ്മുടെ ഈ ദേശം, നമ്മുടെ ഈ ഗ്രാമം അവൻ ആരും അറിയത്തില്ലെങ്കിൽ നീ യേശുവിന് വേണ്ടി നിന്ന നിന്റെ കുടുംബത്തെ മാനിക്കും. ഓക്കെ, ഡ്രോണൊക്കെ ഓക്കെ, ഞാനത് വേറെ ദിവസത്തേക്ക് പറയാം. അതുപോലെ കാരണം ഈ തിരസ്കരിക്കപ്പെട്ടവരെ മാറ്റി നിർത്തിയ ദൈവം ഉപയോഗിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡെറിക്കിനോട് സംസാരിച്ചത് അറിയാമോ? നമ്മൾ അറിയത്തില്ലായിരുന്നു. സൈക്കിളോട് വ്യക്തിയാണ്. അതൊരു 24 വയസ്സുള്ളപ്പോൾ കണ്ടുപിടിച്ചാൽ ഓക്കെ, ഞാനത് വേറൊരു സംസാരിക്കുന്നത്. ജീസസ് ഡ്രോണൊക്കെ പറഞ്ഞു അറിയാമല്ലോ. നിങ്ങളെ വിളിച്ചത് നോക്കിയാൽ മതി. കാരണം ഒരു മലയാളിയാണ്, ഒരു ദിവസമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടതാണ്. ആ കുഞ്ഞ് 24 വയസ്സിൽ ആ വർഷം സൈനിച്ചാൽ 120 കോടിയോളം ആ ടൈമിൽ
പ്രാർത്ഥിക്കുന്നത് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്നെ ദേശത്തിന്റെ അഭിഷേകത്താൽ നിന്നെ പ്രസിദ്ധമാക്കുമെന്ന് പറഞ്ഞത്. നിന്നെ റിജക്ട് ചെയ്തില്ല, നിന്നെ തള്ളിക്കളഞ്ഞ മഹാപുരുഷന്മാരും ശാസ്ത്രന്മാരും മറ്റുള്ളവരും നിന്നെ തള്ളിയിടം ദേശത്ത് നിന്നെ മാറ്റിക്കാൻ നോക്കിയ സ്ഥാനത്ത് ദൈവം പറയാം നിന്നെ മാനിക്കുക. എന്റെ ദൈവം വിശ്വസ്തനാണ്. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ പരിഹസിക്കപ്പെട്ടത്, അവിടെ നിന്നെ മാനിക്കും. ഫലത്തിലുള്ള ഇങ്ങനെ പറയാം. ദൈവാത്മാവിൽ നിന്നുകൊണ്ട് പറയുന്നു നിന്നെ റിജക്ട് ചെയ്ത ഇടത്ത്, നിന്നെ തിരസ്കരിച്ച ഇടത്ത് ഇവിടെ തന്നെ മാനിക്കും. ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാസ്റ്ററുടെ നാമത്തിൽ അല്ലെങ്കിൽ ദേവസ്ഥയുടെ നാമത്തിൽ സൗഖ്യമാക്കാമെന്ന് നല്ല പറയുന്നത് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ. ഓക്കേ, തള്ളിയിടത്ത് ദൈവം മാനിച്ചു. ഇന്ന് വരക്കാൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ യേശുവിനെ വേണ്ടി നിന്ന യേശു നിന്നെ മാനിക്കും. യേശു നിങ്ങളെ ഉയർത്തും. ജീസസ്, ഹല്ലേലൂയ. എങ്ങനെ അപ്പൊന്ന് സമയങ്ങളോട് രണ്ട് വിഷയങ്ങൾ കയറി ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഞങ്ങളൊരു 10 വിഷയങ്ങളാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ പറഞ്ഞ നിങ്ങൾക്ക് എത്തിപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ വാക്യം വായിച്ചേ. 3-ാമത് രക്ഷസ് തരികയാണ്. യോഹന്നാൻ സുവിശേഷം 7 ഇംഗ്ലീഷിൽ വായിച്ചു. ഓക്കെ, അവരുടെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് രക്ഷ വരിക. നിന്റെ സഹോദരങ്ങളോ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ വിഷയങ്ങൾ വരുമ്പോൾ റിജക്ട് ചെയ്താൽ ഓർത്തോളണം, രക്ഷ തരിക. നിങ്ങൾ സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ തുടങ്ങിയ വിഷയം. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴാണല്ലോ വിഷയം തുടങ്ങിയത്. നിങ്ങൾ അന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്നു എന്ന് കേട്ടപ്പോൾ അല്ലാത്ത ഒരു കുഴപ്പമില്ല. വെള്ളം അടിച്ച് ഓടിക്കിടന്നാലും ഓടക്കിടന്ന കുഴപ്പമില്ല. കുടുംബത്തിൽ അങ്ങനെ ഒന്നും അന്വേഷിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നീ സ്നാനപ്പെട്ടത് കേട്ടാ, നീ രക്ഷിക്കപ്പെട്ടെന്ന് കേട്ട് ഞാൻ തുടങ്ങും വിഷയം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ അനുസരണം നിങ്ങളുടെ പാപ്പന്മാരോ അപ്പന്മാരോ ആവശ്യമുള്ള പ്രദേശോ ആരെങ്കിലും നിന്നെ തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, നിങ്ങളെ തള്ളിയത് ഹല്ലേലൂയ ഈ സ്വന്തം രക്തത്തിലുള്ളവരാകുന്നത്. നോക്കിക്കോണേ, ആവശ്യം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇന്ന് അവർ തള്ളിയെങ്കിൽ നാളെ നിങ്ങളെ അവർ സ്വീകരിക്കും. യേശുവിനെ അവർ വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 സഹോദരങ്ങളുടെ ലേഖനങ്ങൾ നമുക്കുണ്ട്. ആരുടെയൊക്കെ ഏതൊക്കെ ലേഖനങ്ങളാണ്? യേശുവിന്റെ 2 സഹോദരന്മാരുണ്ടല്ലോ. കേൾക്കുന്നില്ല, അവർക്ക് പറ. പറയുന്നതൊക്കെ ശരിയാണ്. യാക്കോബും യൂദായും. മനസ്സിലായോ? യൂദായുടെ ലേഖനം, യാക്കോബിന്റെ ലേഖനം. ഇത് 2 സഹോദരൻ നമ്മൾ വായിച്ചിരുന്നോ? അവൻ സഹോദരങ്ങൾ വിശ്വസിച്ചിട്ട് ഇപ്പോൾ അവൻ പറയുന്ന വിഷയങ്ങൾ കേൾക്കണം. എന്നാ സംഭവങ്ങളാണ്. യൂദയുടെ ഒരു ചെറിയ ലേഖനത്തിൽ എത്ര വിഷയങ്ങളാണ്. യാക്കോബിന്റെ ലേഖനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇന്ന് വരെ നിന്നെ തള്ളിയ ഇടത്ത് നിന്റെ സഹോദരങ്ങൾ നിന്നെ അടുക്കണമെന്ന് പറയും. ഹല്ലേലൂയ. ഇന്ന് വരെ ആ വീട്ടിലുള്ളവർ തന്നെ പറയും. ഇന്ന് വരെ നിന്നെ തന്നെ പറയും, ഇവന്റെ പേരിൽ കൃപയുണ്ട്, ഇവന്റെ പേരിൽ അഭിഷേകമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധത പറയുന്നു. ഇന്ന് വരെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ടൈമിലെത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നത്. എടുക്കാമോ? എടുത്തു കഴിഞ്ഞാൽ വിഷയം
സ്തോത്രം സ്തോത്രം. നാലാമത്തെ കാര്യം കേൾക്കാം. ഞാൻ മാറ്റി വേറെ ഓക്കെ. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51 തൊട്ട് 56 വരെയുള്ള വാക്യത്തിലാണ് വേറൊരു വിഷയം കിടക്കുന്നത്. യേശു കർത്താവ് യെരൂശലേമിലേക്ക് പോവുകയാണ്. തനിക്ക് മുമ്പായി രണ്ട് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. ആ ശബ്ദ ഗ്രാമങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ യെരൂശലേമിന്റെ കണക്ഷൻ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കാരണം ഈ അവന് കൈക്കൊണ്ടില്ല. കാരണം ഇതിനകത്തോടെ കടന്നു പോകും. നിങ്ങൾ അവിടെ വായിക്കുമ്പോൾ വിളിച്ചത് വായിക്കുമ്പോൾ മനസ്സിലാകാം. സ്തോത്രമല്ലേ. ഈ യഹൂദന്മാരും ശബ്ദക്കാരും അങ്ങനെ വിരോധികളാണ്. അതിന് നേരത്തെ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് വരക്കാൻ ഓർമ്മ ഈ മാറ്റി നിർത്തുന്നത് ഇന്നലെ വെളുത്തവരാണ്, ഇന്നവർ കറുത്തവർ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് നമ്മളെ ഒന്നും നമ്മളൊരു കുടുംബത്തിലെ അംഗമാണ്. നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളുമായി ഇവിടെയുള്ളവരല്ല. ഇവിടുത്തെ വിഷയം നമ്മൾ വെളിയിൽ പോകുന്നത് നമ്മുടെ കുടുംബത്തെ വിഷയത്തിൽ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വിഷയത്തിൽ നമ്മൾ അറിയത്തില്ലെങ്കിലും വെളിയിലുള്ളവർ നമ്മൾ പറയുന്നത് അങ്ങനെ നമ്മളുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തമായി ഈ സമയത്ത് നമ്മുടെ കുടുംബം, ഞാൻ പറയും എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേരാണ്. 7 പേരുണ്ട്. ഞാൻ പറഞ്ഞ അതിനേക്കാളും ഏറ്റവും അടുപ്പമുള്ളത് ഈ ബന്ധമാണ്. നമ്മൾ വിളിച്ചു പറയും നമ്മളെ തിരഞ്ഞെടുത്തത് വെള്ളി പോലെ അല്ലെങ്കിൽ അടിക്കുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വലിയൊരു വ്യക്തത്വം നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത്. ആ വീണ്ടെടുത്തിരിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ജാതീയ പുരോഹിത വംശമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം പറയുകയാണ് ഇത് സഭയാണ്. നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ പലപ്പോഴും കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിരിക്കും. നമ്മളെല്ലാവരും ഒറ്റയാൾക്കാർ ഈ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് വലക്കാലം ദൈവാത്മാവ് പറയുന്നു ഈ ഒറ്റയൊരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഇതെല്ലാം ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പം അവൻ സ്വന്തം ഈ കുഞ്ഞിനൊരു വിഷയം വന്നാൽ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഇരിക്കുക. കുഞ്ഞിന് ഞമ്മ ഉണ്ടെന്ന് ഒരാൾക്കൊരു രോഗം വന്നു ഒരാൾ ഞങ്ങളുണ്ടെന്ന്, ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളുണ്ട്. അത്രയും ഒന്ന് കയറി നിൽക്ക്. ചിലപ്പോൾ സാമ്പത്തികം സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കാം, ചിലപ്പോൾ ആവശ്യത്തിന് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് വരെ നമ്മൾ ഒന്നാണ്. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇതിലേക്ക് കടന്നു പോകാൻ കഴിയാതിരിക്കുന്നതിൽ മേഖലകൾ വന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറയുന്നു അവിടെ വെളിപ്പെട്ട് വരുന്നൊരു മേഖലകൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് പലക്കാൽ ദേവാലയത്തിൽ നിന്നുള്ള മതാനുസാരികൾ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നടക്കുന്ന ചില മേഖലകളുണ്ട്. മനസ്സിലാക്കണം. ഈ സ്വന്തം എന്നുള്ളതിനെ പോലും റിജക്ട് ചെയ്യുന്ന തിരസ്കരിക്കപ്പെടുന്ന മേഖലകളുണ്ട്. ഞാനൊരു വിഷയത്തിലേക്ക് നിർത്താം. അടുത്ത ഒരു പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ഈ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 18 തൊട്ട് 27 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അടുത്ത ഒരു അവിടെ പറയുന്നത് ദേവാലയത്തിൽ നിന്ന് മതാനുസാരികൾ യേശുവിനെ തള്ളിക്കളയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മതാനുസാരികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവിടുത്തെ ഈ യഹൂദന്മാരുള്ളതായ പുരോഹിതന്മാർ, മഹാപ്രതിഷ്ഠ മറ്റുള്ളവരൊക്കെ ആ മതത്തിന്റെ അനുസാരികൾ തള്ളിക്കളയുന്നു. കാരണം ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ഇല്ലാത്തത് കൊണ്ടാണ് ദേവാലയത്തിലെ യേശുവിനെ തള്ളിക്കളയുന്നത് കാണുന്നുണ്ട്. കാരണം എന്താ? ദൈവ സാന്നിധ്യം ഇല്ലാത്തടത്തുള്ളവരെ എല്ലാം തള്ളിക്കളയും. നമ്മൾ ഈ ദൈവ സാന്നിധ്യം ഇല്ലാതിരിക്കുന്നത് സമുദായങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും വലിയ കാര്യങ്ങളില്ല, ഒരു കുഴപ്പമില്ല. ഈ യെരൂശലേം ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഒരു മേഖല. ഇനി ഞങ്ങളുടെ ഈ
യേശുവിന്റെ കാലത്ത് ദേവാലയത്തിൽ എവിടെ പോയി? ജെറമ്യാവിനെ കാണുന്നുണ്ട്. ജെറമ്യാവിനെ കാണുന്നുണ്ട്. ഈ ബാബിലോണിൽ അല്ലെങ്കിൽ അവർ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്ന് ഇത് മോഷ്ടിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ജെറമ്യാവ് ബൈബിൾ അത്ര ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഇസ്രായേൽ ഗവൺമെന്റ് അറിയാം, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അറിയാം, ഇസ്രായേൽ അറിയാം. ഈ പെട്ടെന്ന് ജെറമ്യാവ് ഒരു ഗുഹയിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. വായിച്ചോ? ഇത് നമുക്കറിയാം. ഇതിനെ ഒളിപ്പിച്ചു വെച്ച സംഭവമുണ്ട്. കാരണം ഇപ്പോൾ ദൈവസാന്നിധ്യമില്ല. യേശു കടന്നു വരുമ്പോൾ മോശയുള്ളപ്പോഴും ശലോമോന്റെ ദേവാലയത്തിലും ഈ ഹെരോദാവിന്റെ ആ ഒരു മേഖലകളിലൊക്കെ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഈ പട്ടണത്തിന് ഒരു വെളിപ്പാട് വെളിപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ജെറമ്യാ പ്രവാചകൻ മനസ്സിലായി ഈ ബാബിലോണിയക്കാര് ഈ ക്യാപ്റ്റിവിറ്റി എടുക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ മനസ്സിലാകുന്നത് ഈ സ്പീഡിച്ചത് കയറുകയാണ്. എങ്കിലേ ഇതൊന്നും കയറുകയുള്ളൂ. ഈ ദൈവസാന്നിധ്യമായിരുന്നില്ല. ഈ പെട്ടകം ഇരിക്കുമ്പോഴാണല്ലോ ദൈവസാന്നിധ്യമുള്ളത്. അങ്ങനെ വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് യേശു അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യത്തിൽ വെളിപ്പെടാത്തതുകൊണ്ടാണ് ഈ യേശു റിജക്ട് ചെയ്തത്. ഈ ദൈവസാന്നിധ്യം വെളിപ്പെടാത്തത് നിൽക്കുമ്പോൾ റിജക്ഷൻസ് വരും. എന്നാൽ നമ്മളിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മളെ എവിടെയും റിജക്ട് ചെയ്യും. മനസ്സിലാകുന്നത് സംഭവം പറയുന്നത് ഇങ്ങനെ. ഞാൻ പറഞ്ഞ ഈ ജെറമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ പെട്ടകത്തെ ജെറമ്യാവ് ഈ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കടന്നു എന്ന് കണ്ടിട്ടുമ്പോൾ ഈ ജെറമ്യാവ് കരയുന്ന ഒരു പ്രവാചകനാണ്, നിർവിളിക്കുന്നതാണ്. ഇത് കേട്ടിരുന്നപ്പോൾ ഈ പെട്ടകം വിട്ടുകൊടുക്കാൻ, ഈ ഒട്ടകം ഒരു പ്രാവശ്യം പെട്ടകം വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചതെന്ന് നമുക്ക് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഈ പെട്ടകം പരിസ്ഥിതി കൊണ്ടുപോയപ്പോൾ അവർക്ക് എന്തോ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, ഞാൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഇനി അങ്ങനെ ഒന്ന് സംഭവിക്കരുത് പറഞ്ഞുകൊണ്ട് ഈ ജെറമ്യാവ് ഇതിനെ എടുത്ത് ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കാണുന്നത് അവൻ അങ്ങനെ ഒരു വെളിപ്പെടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പഴയ ദൈവത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ശൗലിന്റെ കാലത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ, 22 വർഷമായിരുന്നു പെട്ടെന്ന് ഈ ഫെലിസ്ത്യരുടെ അടുത്തിരുന്നത്.
സ്വന്തമൊന്നല്ല, ദൈവത്തിന് ദാനമത്രയെന്ന് ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മളിൽ പകർന്നിരിക്കുന്നത് ഒരു അഭിഷേകത്തിന്റെ ശക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശക്തി വ്യാപരിക്കപ്പെടുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഈ തടസ്സങ്ങൾ പോലെ കടന്ന് ഈ മഹത്വം പറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മഹത്വത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ദൈവത്തിന്റെ സാന്നിധ്യം പറഞ്ഞു വെളിപ്പെടുമ്പോൾ ചില അന്ധകാരങ്ങൾ മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഈ അശുദ്ധമായതൊന്നും നമ്മുടെ ദൈവത്തിൽ വെളിപ്പെടരുത്. ഈ വെളിപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ ഇതുവരെ കാലം ദൈവം പറയുന്നു, എന്റെ ഈ മന്ദിരത്തെ നീ നശിപ്പിക്കരുത്. അവൻ ഈ മന്ദിരത്തെ നശിപ്പിച്ചു ഞാൻ നശിപ്പിക്കും, ഇത് ശൂന്യമായി പോകും. അതുകൊണ്ട് നമുക്ക് അശുദ്ധമായതൊന്നും വെളിപ്പെടാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേർപ്പിച്ചു കൊടുക്കാം. ചിലതൊക്കെ പടം മാത്രമാണ്. ഇപ്പോഴും നമ്മുടെ അന്നത്തെ കാലത്ത് യെരൂശലേം ദേവാലയത്തിൽ യേശു ചെല്ലുമ്പോൾ പടം മാത്രമാണ്. ഈ ഒരു കർട്ടനുണ്ട്, ആ കർട്ടനില് ഈ കെരൂബുകളുടെ പടം വെച്ചിട്ടുണ്ട്. ആ പടത്തിലാണ് ഇത് അവന് ഈ പെട്ടകമുണ്ടെന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്നും പലരും ഈ പടം കളിക്കുന്ന രീതിയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പാസ്റ്റർ എന്തെങ്കിലും പറയുമല്ലോ, സഭയിലാരെങ്കിലും വന്നില്ലെങ്കിൽ കുഴപ്പമാണല്ലോ എന്ന് പറഞ്ഞ് പാസ്റ്ററെ പ്രസാദിപ്പിക്കുവാൻ, പാസ്റ്ററെ കാണിക്കാൻ വേണ്ടി വരുന്നതല്ല. ഇന്ന് വരെ ഈ പടത്തെ മുഴുവൻ മാറ്റിക്കളയും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വരെ ഈ ഹൃദയത്തെ നോക്കണം. പുറമേയുള്ള നമ്മൾ ഈ വെള്ള ഡ്രസ് ഇട്ടതുകൊണ്ടോ വീശ പഠിച്ചതുകൊണ്ടോ ഇന്ന് വരെ മറ്റു കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല. ഹൃദയങ്ങളെ കാണുന്ന ദൈവമുണ്ട്. ഇന്ന് വരെ നമ്മൾ പുറമേല്ല, അകത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ആ മഹത്വം ദൈവത്തിന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ ദൈവത്തിന്റെ മന്ദിരമായ നമ്മളുടെ മേൽ ഈ ഒരു ദൈവ സാന്നിധ്യം പകരപ്പെടുമെന്നാണ് പറയുന്നത്. ഞാനും നിങ്ങളിൽ മഹത്വം പൊതിഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊരു അനുഗ്രഹമാകത്തുള്ളൂ. അങ്ങനെയായി തീരുമ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്നിലായിരിക്കും സമയങ്ങൾ കൊടുത്തതുകൊണ്ട് ചിലർക്ക് കൊടുവായി ഇട്ടുണ്ട്. മുന്നോട്ട് പോകരുത്. അല്ലെങ്കിൽ കൊടുവായിട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരുന്നത് കാരണം ഞങ്ങളുടെ ഒരു വലിയൊരു വിഷയമാക്കിയത് വിഷയമാണ്. ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം ഈ മന്ദിരത്തിന് ഈ റിജക്ഷൻസിന് വരുന്നില്ല. കാരണം എന്താ ചെയ്യാ, നമ്മളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ വസിക്കുന്ന ഈ മന്ദിരത്തിൽ. അതുകൊണ്ട് പറയുന്ന എല്ലാ റിജക്ഷൻസിനും യേശുവിനെ വിട്ടുപോകും. കാരണം എന്റെ ശരീരത്തിൽ രോഗമേ ബലഹീനതയോ നിങ്ങൾക്ക് തടസ്സങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളോ ഇതെന്റെ ദൈവത്തിന് മാത്രം, ദൈവത്തിനാണ് കാര്യം ചെയ്യേണ്ടത്. ഇനി എന്റേതല്ല, ഇനി ഞാൻ എന്റേതല്ല, പിന്നെ എന്റെ ക്രിസ്തുവിൻ്റെതാണ്. ഇതിന് മഹത്വം വെളിപ്പെടേണ്ടത് ക്രിസ്തുവിലാണ്. ഇനി നിനക്കും എനിക്കും എന്തെങ്കിലും നന്മകൾ വെളിപ്പെട്ടാലും എന്തുമായാലും സകലതും ദൈവമാണെന്ന് ഞാൻ ജീവിച്ചാൽ
ചെയ്തത്? ഇന്ന് ഒരു വിടുതൽ സംഭവിക്കപ്പെടണം. എബ്രായലേഖനം 13:5 വായിക്കുന്നത്, ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയും ഉപേക്ഷിക്കത്തില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ റിജക്ട് ചെയ്തപ്പെട്ടോ, നിന്നെ കാണാക്കോളത്തിൽ നിന്ന് റിജക്ട് ചെയ്തപ്പെട്ടോ, നിന്റെ ശരീരം ബലഹീനമായപ്പോൾ നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ നീ റിജക്ട് ചെയ്യപ്പെട്ടോ, അവൻ നിനക്ക് മുന്നോട്ട് പോകാൻ ഓരോ സ്റ്റെപ്പുകളിൽ തുറന്നപ്പോൾ നിന്റെ മാതാപിതാക്കൾ നിന്നെ തള്ളിയോ, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ തള്ളിയോ, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പല പ്രതീക്ഷകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ കാലം യേശു പറയാൻ എനിക്ക് വേണം കുഞ്ഞെ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, യേശുവിന് നിന്നെ വേണം. നിന്റെ സഭക്കാർക്ക് നിന്നെ വേണ്ടായെങ്കിലും, നിന്റെ ദേശക്കാർക്ക് നിന്നെ വേണ്ടായെങ്കിലും, നിന്റെ കുടുംബക്കാർക്ക് നിന്നെ വേണ്ടായെങ്കിലും യേശു പറയുകയാണ്, എനിക്ക് നിന്നെ വേണം. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായ ഒരു സമർപ്പിക്കാം. ആർക്കും സമർപ്പിക്കാൻ പറ്റും. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് നീ റിജക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ 1, 2, 3 അവനെല്ലാം നല്ലപോലെ എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ 4-5 പോയിന്റ് എക്സ്പ്ലനേഷൻ തരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ നീ റിജക്റ്റ് ആയിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുക. കർത്താവേ, എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ തള്ളപ്പെട്ടതാണ്, ദേശക്കാരുടെ മുന്നിൽ നിന്ദിക്കപ്പെട്ട് കിടക്കുക. എന്ന് പല കാലം ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ പാർക്കുന്നിടത്ത് ഞാൻ തള്ളപ്പെട്ട് കിടക്കുക. ഇന്ന് പല കാലം നീ എന്നെ തിരസ്കരിച്ചിട്ടില്ല, നീ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന് പല കാലം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേർപ്പിച്ചു കൊടുക്കാം. നിന്നെ മഹത്വത്തിലേക്ക് നടത്താൻ വേണ്ടി. റിജക്ഷൻ ഉണ്ടോ അവിടെ പ്രൊമോഷൻ ഉണ്ട്, റിജക്ഷൻ ഉണ്ടോ അവിടെ പ്രൊമോട്ടർ ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിന്നെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ റിജക്ഷൻ ഒക്കെ വന്നത്. നിന്റെ ജീവിതത്തിൽ റിജക്ഷൻ വന്നത്, നിന്റെ ജീവിതത്തിൽ തിരസ്കരണം വന്നത് നിന്നെ ഉയർത്താൻ വേണ്ടി, നിന്നെ ഉയർത്താൻ വേണ്ടിയാണ്, നിനക്കൊരു മാന്യത കൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം പറയുന്നു. നീ രോഗിയായപ്പോൾ നിന്നെ ആർക്കും വേണ്ടായിരിക്കുക, നിന്റെ സൗന്ദര്യം പോയപ്പോൾ നിന്നെ ആർക്കും വേണ്ടായിരിക്കുക, നിനക്ക് പഠിക്കുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് നിന്നെ ആർക്കും വേണ്ടായിരിക്കുക, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട് നിന്നെ ആർക്കും വേണ്ടായിരിക്കുക. യേശു പറയുകയാണ്, നിന്നെ എനിക്ക് വേണം. എനിക്കുള്ള ഊണിങ്ങിലെ പോലെ ഊണിങ്ങിലെ മിനിസ്റ്റമുള്ള അപ്പ, മിനിസ്റ്റമുള്ള അപ്പ ഞാൻ നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം ദൈവങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു. ഒരു നാടും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, തള്ളിച്ചവനായ കർത്താവേ, ഉപേക്ഷിക്കാത്തവനായ കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധി കർത്താവിന്റെ വചനത്തെ കേൾക്കുവാൻ, അത് പറയുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കി നിർമ്മിക്കാട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ നാമ മഹത്വത്തിനായിട്ട് അവിടെ ഒരുക്കി നിർമ്മിക്കാട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളോട് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായി കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് നിർമ്മിക്കാട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവേ, ഘോഷിക്കുക കർത്താവേ, ദൈവദാസനോട് ഒരുക്കി നിർമ്മിക്കാട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കരന്ന് കൂടെ എനിക്ക് നിർമ്മിക്കാട് സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബമായിട്ട് കർത്താവ് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ, ഹല്ലേലൂയ. സമയത്തേക്കുമാണ് ശക്തി ഇവരോട് കൊടുത്താട്ട് കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാണ് ശക്തിയോട് കൊടുത്താട്ട് കർത്താവേ, ഹല്ലേലൂയ. കടന്നു വന്ന സകല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനത്തെ കർത്താവേ കേൾക്കുവാൻ, കർത്താവെ അനുസരിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ മക്കളെ ഒരുക്കി നിർമ്മിക്കാട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ വചനമയച്ചു കർത്താവേ, അവിടുന്ന് പിടിവിക്കുന്ന ദൈവമായിരിക്കുന്ന കർത്താവേ, പകൽക്കാലം
പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നവർക്കാണ് സ്തോത്രം ചെയ്യുന്നു. അടികളെ സമ്പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കുകയാണ്. അവിടെ കൃപ കൂടെ ഇരിക്കുന്ന ബലപ്പെടുത്തണമേ. ആദ്യോടന്തവരെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് സ്തോത്രം. വേണ്ടവരുടെ ശുശ്രൂഷകളെ എല്ലായിടത്തും മാനിച്ച് അനുഗ്രഹിച്ചാട്ട് കർത്താവേ പ്രാർത്ഥനകൾക്കാണ് സ്തോത്രം.